നമസ്കാരം. നളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നവീകരണം പുരോഗമിക്കുമ്പോഴും പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ യാത്ര ദുരിതപൂർണ്ണം. നവീകരണം നടക്കാത്ത ഭാഗങ്ങളിലെ കുഴികളാണ് യാത്രക്കാരുടെ നടുവൊടിക്കുന്നത്. കുഴികൾ അടച്ച് സുഗമമായ യാത്രയ്ക്ക് നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പട്ടാമ്പി നിളാശുപത്രി മുതൽ കുളപ്പുള്ളി IPT കോളേജ് വരെയുള്ള പാതയുടെ നവീകരണം മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. റോഡിന്റെ നവീകരണം പൂർത്തീകരണത്തിന് ഇനിയും കാലതാമസമെടുക്കുമെന്നതിൽ ആർക്കും സംശയമില്ല. എന്നാൽ അതുവരെ ഇതിലൂടെയുള്ള ദുരിതയാത്ര സഹിക്കാൻ കഴിയില്ലെന്നാണ് യാത്രക്കാരുടെ പക്ഷം. നവീകരണം നടക്കാത്ത പട്ടാമ്പി ടൗൺ മുതൽ ഓങ്ങല്ലൂർ വരെയും വാടാനംകുറിച്ചി റെയിൽവേ ഗേറ്റിന് സമീപവുമെല്ലാം റോഡിന്റെ സ്ഥിതി ദയനീയമാണ്. ഈ വാടാനംകുറിച്ചി മേൽപ്പാലം നിർമ്മാണ ഉദ്ഘാടനം ചെയ്തിട്ട് 2019 ചെയ്തത്. അന്ന് പറഞ്ഞത് 1.5 വർഷം കൊണ്ട് ഈ പാലപ്പണി പൂർത്തീകരിക്കുന്നതാണ് പറഞ്ഞത്. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഗേറ്റ് പരിസരത്തുള്ള ഈ പാലത്തിൻ്റെ തുടക്കത്തിൽ ഈ വെള്ളക്കെട്ടും അപ്പോഴത്തെ ആളുകളെ പ്രയാസങ്ങളും ഒക്കെ. അപ്പോൾ ഇത് പറഞ്ഞ റോഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് ഈ പാലം നിർമ്മാണം എന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞ പോലെ പറയും ഇത് PWD ചെയ്യേണ്ടത് പറയും. PWD പറഞ്ഞാൽ അവരവർ അങ്ങനെ ആളുകളെ ഒരു കളിയാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പരിസരവാസികൾ എല്ലാം ബുദ്ധിമുട്ടിലാണ്. ഈ അപ്പുറത്തെ വീട്ടിലത്തെ ആളുകൾക്കൊന്നും നടക്കാനോ അവിടെ ചളിയായിട്ട് അവിടെ കുറച്ചെടുക്കും ഒച്ച എഴുതുന്ന മാതിരിയാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. മഴ തുടങ്ങിയതോടെ യാത്രാ ദുരിതം ഏറി. റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നു. ഗതാഗതക്കുരുക്ക് വേറെയും. മാസങ്ങളായിട്ട് ഇതുവഴി വാഹനങ്ങൾക്കും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കൊന്നും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അപകടമാണ് ഇവിടെ പതിയിരിക്കുന്നത്. ഈ മഴ പെയ്തതോടുകൂടി വെള്ളക്കെട്ടുകൾ നിറഞ്ഞിട്ട് ആളുകൾ വീഴുന്ന സാഹചര്യം, വാഹനങ്ങൾ മറയുന്ന സാഹചര്യം ഒക്കെ നിരവധിയാണ് ഉണ്ടാകുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾക്ക് ഒരുപാട് തവണ ഭാരതീയ ജനതാ പാർട്ടി 142ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി പരാതികൾ കൊടുത്തു. പക്ഷേ ബന്ധപ്പെട്ട അധികാരികൾ ഇന്നേ വരെ അതിന് ഒരു നടപടിയും സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. വാടാനംകുറിച്ചി റെയിൽവേ ഗേറ്റിന് സമീപത്തും സ്ഥിതി മറിച്ചല്ല. റെയിൽവേ മേൽപ്പാല നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് വെള്ളക്കെട്ടും രൂക്ഷമാണ്. ഇതൊന്നും പരിഹരിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. തൃത്താല ഞാങ്ങാട്രിയിൽ കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. ഞാങ്ങാട്രി കുന്നുമ്മൽ ചക്കമഠത്തിൽ ജനാർദ്ദനന്റെ വീടിന് മുകളിലേക്കാണ് തേക്ക് മരം കടപുഴകി വീണത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. 2 കുട്ടികളടക്കം 5 പേരാണ് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. വീടിന്റെ അടുക്കള ഭാഗത്തോട് ചേർന്നായിരുന്നു മരം വീണത്. ഈ സമയം വീട്ടുകാർ അടുക്കളയിൽ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. മരം വീണ് വീടിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നു. ഇന്നലെ രാത്രി ഒരു 7 കൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇവരുടെ വളപ്പിൽ തന്നെ ഉണ്ടായിരുന്ന തേക്ക് വീടിൻ്റെ മുകളിലേക്ക് വീണത്. ഭാഗ്യത്തിന് ആർക്കൊന്നും പറ്റിയില്ല. കുട്ടികളും പിന്നെ ഭാര്യ വയസ്സായിട്ടുള്ള ജനാർദ്ദനേട്ടനും പിന്നെ വൈഫും ജനാർദ്ദനേട്ടന് തീരെ വയ്യ. അപ്പോൾ അവരൊക്കെ ഈ കുറച്ച് ഇപ്പുറത്തായിരുന്നു. പക്ഷേ അടുക്കള ഭാഗത്താണ് വീണത്. വീടിന് കേടുപാട് പറ്റിയിട്ടുണ്ട്. എൻ്റെ ഭാഗ്യത്തിന് ആർക്കൊന്നും സംഭവിച്ചില്ല. നഗരവികസനത്തിലൂടെ മുഖച്ഛായ മാറ്റാനൊരുങ്ങി കൂറ്റനാട് ടൗൺ. ഇതിന്റെ ഭാഗമായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാനത്തെ റോഡുകളിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും സമഗ്ര പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ തുടക്കമിട്ടതിന്റെ ചുവട് പിടിച്ചാണ് കൂറ്റനാട് നഗരവും മാറുന്നത്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ജില്ലകളിലെ 21 ജംഗ്ഷനുകളാണ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത്. ഇതിനായി കിഫ്ബി വഴി 300 കോടി രൂപയാണ് അനുവദിക്കുന്നത്. റോഡുകളുടെ വീതി കൂട്ടിയും ആവശ്യമായ മേൽപ്പാലങ്ങളും ബൈപ്പാസുകളും നിർമ്മിച്ചുമാണ് ജംഗ്ഷനുകൾ വികസിപ്പിക്കുന്നത്. മികച്ച ട്രാഫിക് സംവിധാനങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും CCTV ക്യാമറകളും സ്ഥാപിക്കും. വിശദ പഠനം നടത്തി ഓരോ ജില്ലയിലും കുറഞ്ഞത് 1 എന്ന നിലയിൽ വികസിപ്പിക്കാനുള്ള ജംഗ്ഷനുകൾ തെരഞ്ഞെടുത്തു. വിശദമായ പദ്ധതി രേഖ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ രൂപകൽപ്പനാ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നവീകരണം. സംസ്ഥാനത്തെ 21 ജംഗ്ഷനുകളിൽ പാലക്കാട് ജില്ലയിൽ കൂറ്റനാട് ജംഗ്ഷനാണ് വികസിപ്പിക്കുന്നത്. മന്ത്രി MP രാജേഷിന്റെ ഇടപെടലിന്റെ ഭാഗമായാണ് 21-ൽ കൂറ്റനാടും സ്ഥാനം പിടിച്ചത്. 13.29 കോടി രൂപയാണ് കൂറ്റനാട് ടൗൺ വികസനത്തിനായി അനുവദിച്ചിട്ടുള്ളത്. ഇതിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമകളുമായും സ്ഥലം ഉടമകളുമായും ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. 2018-ലെ സ്ഥലം ഏറ്റെടുക്കൽ നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരമാണ് സ്ഥലം വിട്ടു നൽകുന്നവർക്ക് ലഭിക്കുക എന്ന് അവർക്ക് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി സർവേ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. കൂറ്റനാട് സെന്ററിൽ നിന്നും പെരുമ്പിലാവ്, പടിഞ്ഞാറങ്ങാടി, തൃത്താല, പട്ടാമ്പി എന്ന് 4 റോഡിലേക്കും 300 മീറ്റർ നീളത്തിലാണ് വികസന പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ റോഡിലേക്കും തിരിയുന്ന ഭാഗത്ത് ടൗണിൽ 100 മീറ്റർ നീളത്തിൽ 12 മീറ്ററിലാണ് നവീകരിക്കുക.
ബാക്കി ഓരോ റോഡിലും 200 മീറ്റർ നീളമുള്ള ഭാഗത്ത് 10 മീറ്ററിലുമാണ് നവീകരണം നടത്തുക. റോഡിന് നടുവിൽ മീഡിയൻ, സിഗ്നൽ ലൈറ്റ് എന്നിവയും സ്ഥാപിക്കും. ബസ് ബേകളും വെയിറ്റിംഗ് ഷെഡുകളും സ്ഥാപിക്കും. CCTV ന്യൂസ് തൃത്താല. യാത്രയ്ക്കിടെ മാതൃകാ പ്രവർത്തനം കാണിച്ച് ജീവൻ രക്ഷകരായ ബസ് ജീവനക്കാർക്ക് പട്ടാമ്പിയിൽ സഹപ്രവർത്തകരുടെ അനുമോദനം. പട്ടാമ്പി, ഗുരുവായൂർ, പാലക്കാട് റൂട്ടുകളിലോടുന്ന 2 സ്വകാര്യ ബസ്സിലെ ജീവനക്കാരാണ് കൃത്യസമയത്തെ സംയോജിതമായ ഇടപെടലിലൂടെ 2 യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചത്. പട്ടാമ്പി പാലക്കാട് റൂട്ടിലോടുന്ന നിന്നു സ്റ്റാർ ബസ്സിലെയും പട്ടാമ്പി ഗുരുവായൂർ റൂട്ടിലോടുന്ന സുദേവ് ബസ്സിലെയും ജീവനക്കാരായിരുന്നു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചത്. ബസ്സിലെ യാത്രക്കാരായിരുന്ന 2 പേരുടെ ജീവനുകളാണ് ഇവരുടെ സംയോജിതമായ പ്രവർത്തനത്തിലൂടെ രക്ഷിക്കാനായത്. ഗുരുവായൂർ, പട്ടാമ്പി, പാലക്കാട് റൂട്ടിലെ ബസ് ജീവനക്കാരുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു സഹപ്രവർത്തകർക്ക് ആദരം നൽകിയത്. ഞാൻ മുമ്പ് ഒരു തൊഴിലാളിയായിരുന്നു, ജീവനക്കാരനായിരുന്നു ബസ്സിലെ. അപ്പോൾ അത് കാരണം എല്ലാവരോടും ഞാൻ വളരെ നല്ല രീതിയിലാണ് പെരുമാറിയെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട എൻ്റെ ഒരു ചുമതല പറഞ്ഞാൽ ഇവിടെ നീനു സ്റ്റാർ ബസ്സിലെ 2 ജീവനക്കാരായ അദ്ദേഹത്തിൻ്റെ പേര് മനാഫ്, അലിമാൻ, 2 പേരല്ലേ ഇതിൽ, പിന്നെ സുദേവ് അല്ലേ, സുദേവ് ബസ്സിലെ മൊയ്തീൻ, മണികണ്ഠൻ. അപ്പോൾ അവർ യാത്രക്കിടയിൽ 2 പേർക്കും ഒരാൾക്ക് പെട്ടെന്ന് അത്യാഹിതം സംഭവിച്ചതിൽ മറ്റുള്ള യാത്രക്കാരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു സ്റ്റോപ്പിലും നിർത്തുന്നില്ല, അവരുടെ ജീവനാണ് നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി അത്രയും റിസ്ക് എടുത്ത് 2 പേരെയും ഹോസ്പിറ്റലുകളിൽ എത്തിച്ച ആളുകളാണ്. അപ്പോൾ അതുപോലുള്ള സത്പ്രവൃത്തികൾ ഇനിയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ പോലീസിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു തരുമെന്ന് ഉറപ്പുവരുന്നു. 2 ബസ്സുകളിലെയും ജീവനക്കാരായ മനാഫ്, അലിമോൻ എന്നിവർക്കായിരുന്നു ആദരം നൽകിയത്. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഇവർക്ക് പുരസ്കാരം സമ്മാനിച്ചു. ബസ് ജീവനക്കാരുടെ പ്രതിനിധികളായ യാഹു, ഫൈസൽ, കണ്ണൻ, ശശി, ജിജോ, കണ്ണൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. വവ്വാൽ ശല്യം മൂലം മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് മാസങ്ങളായെന്ന് ദമ്പതികൾ. നിപ പോലുള്ള പകർച്ചവ്യാധികൾ പകരുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട്. ദേശമംഗലം പഞ്ചായത്തിലെ പള്ളത്താണ് വവ്വാലുകൾ മൂലം വീട്ടുകാർ ദുരിതത്തിലായിട്ടുള്ളത്. ദേശമംഗലം പഞ്ചായത്തിലെ 8ാം വാർഡ് പള്ളം ആനങ്ങാട്ടുവളപ്പിൽ നാരായണൻകുട്ടി നായർ, ഭാര്യ ജാനകിയമ്മ എന്നിവരുടെ 1.5 ഏക്കർ പുരയിടത്തിലെ മരങ്ങളിലാണ് 2 മാസങ്ങൾക്ക് മുൻപ് വവ്വാലുകൾ കൂട്ടമായി എത്തി സ്ഥിരതാമസക്കാരായത്. ആദ്യം വീടിനു മുന്നിലുള്ള വലിയ പൂവമരത്തിലും പിന്നീട് പറമ്പിലെ റബ്ബർ മരങ്ങളുടെ മുകളിലും വവ്വാലുകൾ താമസമാക്കി. ഇതോടെ ഈ വീട്ടുകാരുടെ ദുരിതം ആരംഭിക്കുകയായിരുന്നു. വീടിനു മുറ്റത്തും വഴിയാത്രികരുടെ ദേഹത്തേക്കും ഇവയുടെ വിസർജ്യങ്ങൾ വീഴുന്ന അവസ്ഥ വന്നു. വീട്ടിലെ കിണറിൽ വിസർജ്യം വീഴാതിരിക്കാൻ വേണ്ടി വൻ സംഖ്യ കൊടുത്താണ് മൂടിയിട്ടിരിക്കുന്നത്. വവ്വാലുകളുടെ വിസർജ്യങ്ങൾക്ക് രൂക്ഷമായ ഗന്ധമാണ്. കൂടാതെ രാത്രികാലങ്ങളിൽ ഇവയുടെ ശബ്ദം മൂലം വീട്ടുകാരുടെ ഉറക്കവും കഷ്ടത്തിലാണ്. വവ്വാലുകളെ പേടിച്ച് പറമ്പിൽ പണിയെടുക്കാൻ പോലും ആളുകൾ വരാതെയായി. പറമ്പിലെ റബ്ബറിൽ നിന്നും മറ്റുമുള്ള വരുമാനമാണ് ജീവിതമാർഗം. ഇതുപോലും മുടങ്ങുമെന്ന സ്ഥിതിയാണ്. മഴ പെയ്തതോടെ നിപ പോലുള്ള പകർച്ചവ്യാധികൾ പകരുമോ എന്ന പേടിയും ഇവർക്കുണ്ട്. പ്രദേശത്തെ 15 കുടുംബങ്ങളും ഭീതിയിലാണ്. പഞ്ചായത്തിനും വനംവകുപ്പ് അധികൃതർക്കും പരാതി നൽകിയിട്ടും ഉദ്യോഗസ്ഥർ കൈയൊഴിഞ്ഞെന്ന് ഇവർ പറയുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിനോക്കി പോവുക മാത്രമാണ് ചെയ്തത്. ഇനി ആരെ കണ്ടാലാണ് വവ്വാൽ ശല്യത്തിന് പരിഹാരമാകുക എന്നാണ് ഇവർ ചോദിക്കുന്നത്. മരങ്ങൾ വെട്ടിമാറ്റുകയെന്നത് പ്രായോഗികമല്ല എന്നതിനാൽ
എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കയിലാണ് ഈ കുടുംബം. വവ്വാല് കാരണം നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ശല്യം. വഴി നടക്കാൻ പറ്റില്ല, മുറ്റത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനെയുള്ള ആകെ ഇതായി. എന്നിട്ട് ഞങ്ങൾ പഞ്ചായത്തിലൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നൊരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് വന്ന് നിറഞ്ഞതാണ്. ഇനിയിപ്പോൾ മരമൊക്കെ മുറിക്കണമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അതിനൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിൽ കൊടുത്തപ്പോൾ അവർ പറയണത് വനം വകുപ്പിലേക്ക് കൊടുക്കണം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അത് കൊടുത്താൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവരും സഹായം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇത് കൂടാതെ റബ്ബറിൻ്റെ അതിലേക്കും വന്നിട്ടുണ്ടോ? റബ്ബറിലേക്കും ഒക്കെ പോയിട്ടുണ്ട്. CCTV ന്യൂസ്, തളി. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കോളേജിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ക്ലാസ്. പട്ടാമ്പി കോമൺ കോളേജിലെ NSS യൂണിറ്റിന്റെയും കെയർ ആൻഡ് സേഫിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ഗർഭാശയ ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് ആയിരുന്നു കോളേജ് സെമിനാർ ഹാളിൽ വെച്ച് നടത്തിയത്. എന്താണ് ഇതിന് കാരണം, എന്താണ് ഇതിന് പ്രതിവിധി എന്നതിനെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ ബോധവൽക്കരണമായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത്. ഡോക്ടർ ശങ്കരയ്യർ വിഷയാവതരണം നടത്തി. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അരുൺ മോഹൻ, നൈന ഫെബിൻ, MC അനഘ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ദുഃഖത്തിലായിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നിയ കാര്യമാണ്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാം മരിക്കും. ശരിയാണോ? ഭൂമിയിൽ നിന്ന് മരിച്ചേ പറ്റൂ, യാഥാർത്ഥ്യമാണ്. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ക്യാൻസറിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അന്നാർക്കുന്നതും തന്നാലായാലും അങ്ങയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഓക്കെ, ഞാൻ ഈ പ്രോജക്റ്റിലേക്ക് എളുപ്പം തന്നെ കിടക്കാം. നിങ്ങൾ ഒരിക്കലും ഞാൻ ബോർഡിപ്പിക്കില്ല. പക്ഷെ എനിക്ക് നിങ്ങളുടെ ഇന്ററാക്ഷൻസ് വേണം. ഓക്കെ, ദയവായി ചിന്തിക്കുക. പ്രധാനപ്പെട്ട പോയിന്റാണ്. ദൗർഭാഗ്യവശാൽ ക്യാൻസർ രോഗം ഭയാനകമായി കൂടുന്നു. ശരിയാണോ തെറ്റാണോ? എന്താ കാര്യം? ശ്വസിക്കുന്നത് വിഷം, പച്ചക്കറിയിൽ വിഷം, പാലിൽ വിഷം, തേയിലയിൽ വിഷം, കറി പൗഡറിൽ വിഷം, മീനിൽ വരെ എന്താണ് ഫോർമാലിൻ പോലെയുള്ള കൊടിയ ക്യാൻസർ ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ. ഇതൊന്നും കഴിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ ഒരു കാര്യം ഞാൻ ദുഃഖത്തോടെ പറയാണ്, ക്യാൻസർ രോഗം ഭയാനകമായി കൂടുന്നതേ ഉള്ളൂ, കുറയുന്നില്ല. ഇനി നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ പുരുഷന്മാരെക്കാളും കൂടുതൽ ക്യാൻസർ ആർക്കെന്നറിയാമോ? സ്ത്രീകൾക്ക്. അത് ഏത് ക്യാൻസർ എന്നറിയാമോ? ഒന്നാമത്തെ ഏറ്റവും ഭയാനകമായ ക്യാൻസറാണ് ഗർഭാശയ ക്യാൻസർ. രണ്ടാമത്തെ ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ഓരോ 8 മിനിറ്റിലും ഒരമ്മ ഗർഭാശയ ക്യാൻസർ മൂലം മരിക്കുന്നു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവാഗതരായ +1 വിദ്യാർത്ഥികൾക്കായി ലുമിന 2024 എന്ന പേരിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PV രജീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ വിവിധ കോഴ്സുകളുടെ സാധ്യതകളും വിദ്യാലയത്തെക്കുറിച്ചുള്ള മാർഗരേഖകളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. സ്കൂൾ കരിയർ ഗൈഡ് അധ്യാപിക ലിഷ, സ്റ്റാഫ് സെക്രട്ടറി വിജയൻ എന്നിവർ മാർഗരേഖയും അവതരിപ്പിച്ചു. PTA വൈസ് പ്രസിഡന്റ് TK സുനിൽകുമാർ, PTA എക്സിക്യൂട്ടീവ് അംഗം ദിജിമോൾ, കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകൻ മുകേഷ് എന്നിവർ സംസാരിച്ചു. ഇതോടെ നിലയർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.